ഒത്തിരി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇവരെയും ചേർക്കേണ്ടി വരും. പക്ഷേ അത് അനുവദിക്കില്ല, അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അത് ഏത് കക്ഷികളായിരുന്നാലും ഏത് മതമായാലും നമ്മൾ ശാന്തമായും നീതിക്കനുസൃതമായും ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചതുപോലെ അക്രമമില്ലാതെയും നമ്മൾ സമാധാനത്തോടെ നേടിയെടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ദിവസങ്ങൾ, ഏതാനും ആഴ്ചകളായി നമ്മളിവിടെ നിരാഹാരമിരിക്കുന്നതും വേണ്ടപ്പെട്ടവരുടെ അറ്റൻഷൻ, അവരുടെ അടുത്ത് നമ്മുടെ ഈ പരാധീനതകൾ, നമ്മളുടെ കംപ്ലയിൻസ്, നമ്മളുടെ ആവലാതികൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ അവരെ തുറന്നു കാട്ടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു അവസരം ഈ ഒരു ചെറിയൊരു റിഫ്ലക്ഷനിലൂടെ അവതരിപ്പിക്കുന്നത്. ഞാൻ റോമിലായിരുന്നപ്പോൾ ഇവിടെ വരുന്ന ക്ലിപ്പുകളെല്ലാം ഞങ്ങളുടെ പല അച്ഛന്മാരെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചു. കാരണം ജാതി മതഭേദമന്യേ എല്ലാ മക്കളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു അനീതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും. കാരണം സാങ്കേതികമായിട്ടുള്ള കുറേ വശങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അത് പഠിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്നതിന് വിപരീതമായ അർത്ഥം അതിന് വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ കൂടുതൽ വിശദമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ഈ ഒരു അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പാഷനസ് സന്യാസ സഭയുടെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് എന്നും ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.